പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ 3 മിനിറ്റ് സ്പീച്ചാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ കണ്ണിനെ സൂക്ഷിക്കണം, കണ്ണുകളെ സൂക്ഷിക്കുക. എന്താണ് കണ്ണിനെ എത്ര സൂക്ഷിക്കാൻ പറഞ്ഞത്? ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് തന്നത്. ഈ 2 കണ്ണ് എത്ര കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. നമ്മൾ ആലോചിക്കണം, എത്രയോ വലിയൊരു അനുഗ്രഹം, എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒരിത്തിരി സ്ഥലം കൊണ്ട്. നമ്മൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വെച്ചത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഖുർആനിൽ പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് 2 കണ്ണ് ഞാൻ ഉണ്ടാക്കി തന്നില്ലേ. അപ്പോൾ ഈ കണ്ണ് ശരിക്കും കണ്ട് മനസ്സിലാക്കാനും അത് അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ കണ്ട് മനസ്സിലാക്കാനും. ഇപ്പോൾ സീറോ ഫിൽ അർദി എന്ന് പറഞ്ഞാൽ എല്ലാവരും ടൂർ പോകും. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് ഫന്ദുറു കൈഫക്കാൻ ആക്കിബത്തല്ലതീന മിൻ ഖബ്ലി എന്നാണ്. മുമ്പ് ചെയ്തു വെച്ചവരുടെ അനന്തരഫലം എങ്ങനെയാണ് ലോകത്തൊക്കെ കിടക്കുന്നത്. അതുപോലെ ചാവുകടൽ, അതുപോലെ ആദ് സമൂദ് ഗോത്രത്തിൻ്റെ സ്ഥലങ്ങൾ, ഇതൊക്കെ കാണാനാണ്. അപ്പോൾ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ലേ? അപ്പോൾ കണ്ടിട്ടാണ് അത് ചിന്തിക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ട് ചിന്തിക്കുക, അതാണ് ബസർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ കണ്ണ് നല്ല നിലയിൽ ഉപയോഗിക്കണം. അത് അശ്ലീലങ്ങൾ കാണാനോ അതുപോലെ തന്നെ അനാവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കരുത്. നല്ലത് കണ്ട് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കാനുള്ള. അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ, കുറേ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വൈകല്യമായി സൃഷ്ടിച്ച കുറേ സൃഷ്ടികളുണ്ട്. അപ്പോൾ പടച്ചോനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അൽഹംദുലില്ലാ ഇതിൽ നിന്നൊക്കെ രക്ഷിച്ചല്ലോ എന്നുള്ള ഹംദ് പറയാനും, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് പറയാനും. വലിയൊരു മല കാണുമ്പോൾ അള്ളാഹു എങ്ങനെ ഇത് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, പാറകൾ കാണുമ്പോൾ, പല ജീവികളുടെ രൂപത്തിൽ ഓരോരോ വസ്തുക്കൾ സൃഷ്ടിക്കുമ്പോൾ ഇതൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങൾ, ഇതൊക്കെ ഒരു പഴം തന്നെ പല ജാതി രുചികളുള്ളത്, ഇതൊക്കെ അതിൻ്റെ വലിപ്പം പല തരത്തിലുള്ളത്, ഒരേ പേരുള്ളത്. ഇപ്പോൾ ഒരു മാങ്ങ തന്നെ പല പേരുകളുള്ള, ചെറിയ മാങ്ങ, വലിയ മാങ്ങ, അങ്ങനെയൊക്കെ. ഇതൊക്കെ കണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ചിന്തിക്കാനും ഈ കണ്ണ് കണ്ണ് അതിന് ഉപയോഗിക്കണമെന്നാണ് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. മാത്രമല്ല, കണ്ണിന് വല്ല രോഗം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ക്ഷമിക്കുകയും ചെയ്താൽ അവന് സ്വർഗമാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 അവയവങ്ങളെ കൊണ്ട് പരീക്ഷിക്കും, അത് അവൻ്റെ 2 കണ്ണുകളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണ് കാണാത്തവരൊക്കെ എത്ര ഖുർആൻ മനഃപ്പാടമാക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കണ്ണ് ഉപയോഗിക്കുന്നത് നല്ല നിലയിലായിരിക്കണം. നമുക്ക് ഈ കാഴ്ച തന്നു, ഈ കാഴ്ച എന്തിനൊക്കെ ഉപയോഗിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചോദിക്കും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹു പറയുന്നു, കണ്ണും കാതും എല്ലാം ഹൃദയമൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു വസ്തുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ നമ്മളതിനെ ഉപയോഗിക്കുക. നമ്മൾ അശ്ലീലങ്ങൾ കാണാതിരിക്കുക. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ കണ്ണുപയോഗിക്കുക എന്ന് ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.